ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ഡൽഹിയിൽ വോട്ട് ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും ഇന്ന് വോട്ട് ചെയ്ത പ്രമുഖരിൽ പെടുന്നു. ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. बहुत ही महत्वपूर्ण तस्वीर भारत में लोकतंत्र की देश की जो फर्स्ट नागरिक है, फर्स्ट सिटीजन. ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുടങ്ങിയ പ്രമുഖർ അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹി നിർമ്മാൺ ഭവനിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തു. ലോധി എസ്റ്റേറ്റിലെ ആദർശ് വിദ്യാലയത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വോട്ട് രേഖപ്പെടുത്തി. താൻ വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിക്കെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. I voted for an Aam Aadmi Party candidate. so that is the interesting thing. In fact, I mean, lots of people are doing things which they had never done before. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മിർസാപൂരിൽ വോട്ട് ചെയ്തു. ഇലക്ഷൻ കമ്മീഷണർ സുഖ്ബീർ സിംഗ് സന്ധുവും കുരുക്ഷേത്രയിലെ BJP സ്ഥാനാർത്ഥി നവീൻ ജിൻഡലും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. AAP നേതാവും മന്ത്രിയുമായ അതിഷി മർലേന, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കപിൽ ദേവ്, പ്രിയങ്ക ഗാന്ധി, മക്കളായ റേഹാൻ, മിരായ എന്നിവരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. JJP നേതാവ് അജയ് ചൌട്ടാല ഹിസാർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും സ്ഥാനാർത്ഥിയും അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളുമായ ബാൻസുരി സ്വരാജും വോട്ട് രേഖപ്പെടുത്തിയ പ്രമുഖരിൽ പെടുന്നു. പ്രവർത്തകരെ പോലീസ് കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കുന്നുവെന്നാരോപിച്ച് PDP നേതാവ് മെഹബൂബ മുഫ്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും രാജ്യസഭാ MP-യുമായ സ്വാതി മലിവാൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.